ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മ നോമ്പിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, നോമ്പിന് ഈ പെരുന്നാളിൻ്റെ തലേ ദിവസം ചക്കര ചോറ് ആക്കലുണ്ടെന്ന്, പായസം. പക്ഷേ ഈ പ്രാവശ്യം ഞാനത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നോമ്പായതുകൊണ്ട് നോമ്പിന് ആരും കഴിക്കൂലെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ പിന്നെ അതിൻ്റെ സാധനങ്ങളെല്ലാം ഗോതമ്പിൽ ഉപ്പമായിക്കൊണ്ടുവന്നുകൊണ്ട് പിന്നെ ഇന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ കുറച്ചാൾക്ക് മുട്ടയും കുബൂസും ആക്കി, കുറച്ചാൾക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി. ഇന്ന് കുറേ പണിയുണ്ട്. മക്കളെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് ഫുഡ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, മട്ടൻ ബിരിയാണി. എൻ്റെ മക്കള് മോനും മോളും ഒരു ആട്ടിനെ ഊഹി തർത്തിരുന്നു. അന്നേരം പിന്നെ നമുക്ക് അതിൻ്റെ മട്ടൻ കിട്ടിയിട്ടുണ്ട്. അതിനെ കൊണ്ട് നല്ലൊരു ബിരിയാണി ആക്കണം. അപ്പോൾ അതിൻ്റെ മട്ടന് നമുക്കും കിട്ടിയത്, അതിനെ കൊണ്ട് നല്ലൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കും. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കൊന്ന് ചക്കര ചോറ് ഉണ്ടാക്കാം അല്ലേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. അവരെല്ലാം ഇതുപോലെ നല്ല പായസം ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അവരെല്ലാം ഉണ്ടാക്കട്ടെ. പിന്നെ ഇവിടെ നല്ല ചൂട് കാരണം തണുത്ത ഒരു ജ്യൂസ് ഉണ്ടാക്കി നമ്മളെല്ലാം കുടിച്ച്. ഒന്ന് ഐസ് ക്യൂബ്, സോഡ, പിന്നെ പുതിന ഇലയും പിന്നെ ലൈം ജ്യൂസെല്ലാം ഒഴിച്ചിട്ട് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി. നല്ല ചൂടാന്നല്ലോ, നാട്ടിൽ നല്ല മഴയല്ലേ ഇപ്പം, ഇവിടെ നല്ല ചൂടാണ്. ഇപ്പോൾ ഈ റോഡ് ക്ലീൻ ചെയ്യുന്ന ആളതും റോഡെല്ലാം വൃത്തിയാക്കുന്ന അവരെല്ലാം കാര്യമൊന്ന് വിഷമം. AC റൂമിൽ AC കാറിലെല്ലാം പോകുന്നതൊക്കെ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ. അവരാണ് ശരിക്കും പിന്നെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പ്രവാസികൾ എന്നെല്ലാം പറയുമ്പം ഈ റോഡ് ക്ലീൻ ചെയ്യുന്ന ആളെല്ലാം എനിക്ക് ഓർമ്മ വരുത്ത്, പാവങ്ങൾ. എന്നാൽ പിന്നെ നമുക്ക് ചക്കരച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ നല്ല ജ്യൂസെല്ലാം ഉണ്ടാക്കി കുടിച്ച്. സോഡയെന്ന് ഞാൻ ഒഴിച്ചിന് വെള്ളത്തിന് പകരം കേട്ടാ. പിന്നെ മക്കളെ ഫ്രണ്ട്സ് നല്ല എന്തെല്ലോ കൊണ്ട് തന്നിട്ടുണ്ട്. അതിന് ചിപ്സും നല്ല ബീഫ് ഫ്രൈയും പിന്നെ ഇതെന്താണെന്നറിയില്ല, കുഴലപ്പം പോലത്തെ ഒരു സാധനം, അടിപൊളി. ഇതെല്ലാം ഞാൻ പിന്നെ ഇപ്പോൾ പൊളിച്ച് നല്ലൊരു പാത്രത്തിലെല്ലാം ആക്കി അടച്ച് വെച്ചു. നമുക്ക് എന്നാൽ പിന്നെ ഇപ്പെങ്കിലും കഴിക്കാമല്ലോ, വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ നല്ലല്ലേ. അടിപൊളി ചിപ്സ് കേട്ടോ. കുഴലപ്പം ഇനി മൈദപ്പൊടിയോടെല്ലാം ഉണ്ടാക്കില്ല, ഇത് അരിപ്പൊടിയോടെ അങ്ങനെ എന്തോ നെയ്പ്പത്തിരിൻ്റെലും കൂട്ട് നല്ല ടേസ്റ്റാണ്. എന്നെങ്കിൽ ഈ മധുരത്തിൻ്റെ ഷുഗർ സിറപ്പ് അങ്ങനെ എന്തോ ഒഴിച്ചിട്ടുണ്ടാക്കിയ ഇതല്ല, ഇത് വേറെ ഒരു ചിപ്സ്. ഇത് ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ അടിപൊളി ചിപ്സെല്ലാം മക്കളെ ഫ്രണ്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവർക്ക് ഞാൻ നല്ലൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം തിരക്കിലാണ് നിന്ന് കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് ആദ്യം ചക്കരച്ചോറ് എങ്ങനെ വെക്കുന്നത് നോക്കാം. ചക്കരച്ചോറ് എല്ലാവർക്കും അധികമാക്കും വെക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അറിയുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ.
ഇത് നല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത്. ഇത് പിന്നെ പുറം നല്ല ക്രിസ്പിയും ഉള്ളില് നല്ലൊരു എന്താന്ന് പറയല് അരിയുണ്ട് അങ്ങനെ എന്തോ നല്ല മധുരമുള്ള ഒരു സാധനം. പിന്നെ അടിപൊളി ബീഫ് ഫ്രൈ കുറേ ഉണ്ട്. നമ്മ ഈ ഫോട്ടോത്തിൽ കുറച്ച് പോലെ കാണുന്നതിന് ഇതെല്ലാം എൻ്റെ മക്കളെ ഫ്രണ്ട്സ് കൊണ്ടുവന്നതിന്. ഇനി നമുക്ക് ചക്കര ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അറിയുന്ന ആളുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. 2 കപ്പ് വെളുത്ത ഗോതമ്പ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് വെളുത്ത ഗോതമ്പ് നന്നായി കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഗോതമ്പ് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട്, അതായത് അതിൻ്റെ മേലിൽ ഗോതമ്പിൻ്റെ മേൽഭാഗത്തോളം കുറച്ചധികം ഇങ്ങനെ ഒഴിച്ചാൽ മതി. നമ്മൾ കുക്കറിലാണ് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം കണക്കായിട്ടെല്ലാം നോക്കിയിട്ട് വെക്കണ്ടേ. അല്ലെങ്കിൽ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ വിസിലടിക്കുമ്പോൾ വെള്ളം പുറത്ത് പോകുമല്ലോ, അതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ വേറെ നല്ല വലിയ പാത്രത്തിലാണ് ഫസ്റ്റ് തന്നെ വെക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. എത്രയും വെള്ളം ഒഴിച്ചിട്ട് വേകാൻ ആവശ്യമായ വെള്ളം ഫസ്റ്റ് തന്നെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് വെക്കാമല്ലോ. അങ്ങനെ വെക്കുന്നതൊക്കെ അങ്ങനെ വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ട, അടിക്ക് പിടിച്ച് പോയി. ഇനി കണക്കായ വെള്ളം ഒഴിക്കാൻ പറ്റും കുക്കറിലായതുകൊണ്ട്. അങ്ങനെ ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കാം. പിന്നെ 2 വിസിലടിച്ചതിന് ശേഷം നമുക്ക് 1 കപ്പ് കടലപ്പരിപ്പ്, ഞാൻ 2 കപ്പ് ഗോതമ്പിന് 1 കപ്പ് കടലപ്പരിപ്പാണ് എടുക്കുന്നത്. അങ്ങനെ അത് കഴുകിയിട്ട് നന്നായി കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് അതിലിട്ട് വെക്കാം. അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പരിപ്പ് വേകാൻ ആവശ്യമായ വെള്ളം ഉണ്ടോ നോക്കണം. അതുപോലെ തന്നെ അടുക്കി പിടിക്കാണ്ട് ശ്രദ്ധിക്കുകയും വേണം. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. 1 വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കാം. കടലപ്പരിപ്പ് നല്ലോണം വേകണ്ട, അതൊന്ന് കടിക്കുന്നത് ആകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാം. അങ്ങനെ ഇത് വെന്ത് കഴിഞ്ഞാൽ നോക്കുമ്പോൾ, ഇത് വെന്ത് വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഈ സ്ഥലവും ഇല്ല, ഫുള്ളായിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ മറ്റൊരു പാത്രം നന്നായി കഴുകിയിട്ട്, ഇത് വലിയ പാത്രമാണ്. കാരണം 3 കപ്പ് സാധനം വേവിക്കുമ്പോൾ ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോൾ കുറേ ആവുമല്ലോ. ഞാനെന്നെങ്കിൽ നമ്മൾ ഉപ്പാൻ്റെ ഫ്രണ്ട്സിന് എല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ആക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ നമ്മളിവിടെ ഉപ്പാൻ്റെ ഫ്രണ്ട്സ് ഹാരിസ്, പിന്നെ ഓഫീസ് ബോയ് അങ്ങനെ പറയുള്ളത്, അവർക്കെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ആക്കുന്നതുകൊണ്ടാണ് ഈ വലിയ പാത്രം. ഇത് യൂസ് ചെയ്യാത്ത പാത്രമാണ് കുറേ ആയിട്ട്. ഇതുപോലെ എന്തെങ്കിലും പായസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യില്ല. വലിയ പാത്രമില്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അതിലേക്ക് മാറ്റി കേട്ടോ. ഞാൻ അതിലേക്ക് മാറ്റിയിട്ട് തേങ്ങാപ്പാലും ഇതെല്ലാം ഒഴിച്ചിട്ട് അങ്ങനെ മറ്റൊരു പാത്രത്തിലേക്ക്, വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തേങ്ങാപ്പാലൊഴിച്ച്, തേങ്ങാപ്പാൽ നമ്മൾ എത്ര ഒഴിക്കുന്ന ഈ ഫുള്ള് ഈ ഗോതമ്പ് തിളക്കാൻ മാത്രം തേങ്ങാപ്പാൽ ഒഴിക്കണം. കട്ടിയുള്ളത് അങ്ങനെ തിളക്കൂലല്ലോ. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ഞാൻ ഒരു ചെറിയ പീസ് വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട്. വെല്ലം അധികമായി പോയാൽ ചുവന്ന പായസമാവും. വെല്ലം അധികം ഇടുന്നില്ല. തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് നല്ല വെളുത്ത ചക്കര ചോറാന്ന് കഴിക്കാൻ നല്ല കാണാനും ഒരു രസം, കഴിക്കാനും ഒരു രസം. പിന്നെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് അതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്കി പിടിച്ചും. അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളക്കുന്നത് വരെ ഇങ്ങനെ നോക്കിയെടുത്ത് തന്നെ ഇളക്കിയിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വെച്ചിട്ട് തണുത്താൽ സെർവ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി പായസം. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അങ്ങനെ പിന്നെ ഞാനിത് കുറച്ച് ഇവർക്ക് കൊടുക്കാനുള്ള ആൾക്കെല്ലാം കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. ഇത് തണുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല അതിനെക്കാട്ടി ഭയങ്കര ടേസ്റ്റ്. ചൂടോടെ കഴിക്കാം, പക്ഷെ തണുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല അതിൻ്റെ ശരിയായൊരു ടേസ്റ്റ് കിട്ടുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷമൊന്ന് ഞാൻ ഇവർക്കെല്ലാം കൊടുത്ത്, മക്കൾക്കും മക്കളുടെ ഫ്രണ്ട്സിനും
പിന്നെ ഉപ്പാൻ്റെ ഫ്രണ്ട്സിനെല്ലാം കൊടുക്കാനുണ്ടായിന്, അവർക്കെല്ലാം ഒരു പാത്രത്തിലാക്കിയിട്ട് കൊടുത്ത്. കഴിഞ്ഞ് അങ്ങനെ പെരുന്നാളിൻ്റെ ലീവും കഴിഞ്ഞു, ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞ് പെരുന്നാളിന് ഇനി ഇങ്ങനെ ലീവെല്ലാം ഉണ്ടാവും. ഗസ്റ്റ് വരുത്തോ പോകുമല്ലോ. നമ്മളെ ഓഫീസിൽ നിന്നെല്ലാം ഉപ്പാൻ്റെ ഓഫീസിലെല്ലാം മീനായിൽ താമസിക്കുന്നതിൻ്റെ തലേന്നാളാണ് ലീവ് തുടങ്ങുന്നത്. പിന്നെ ജംറത്തുലൊക്കെ വെയിൽ കല്ലെറിയുന്ന 3 ദിവസം എറിയല്ല, ആ 3-ാം ദിവസം കഴിഞ്ഞാൽ ഓഫീസ് തുറക്കും. അങ്ങനെയാണ്. അങ്ങനെ ചില ഓഫീസിൽ തേഴ്സ്ഡേ തുറന്നു, ഇനി കുറച്ച് ബാക്കി ഓഫീസ് സൺഡേ തുറക്കും. അങ്ങനെയൊക്കെയാണ് അടുത്ത വിശേഷങ്ങൾ. അങ്ങനെ മക്കളെ ഫ്രണ്ട്സിനെല്ലാം കുറച്ച് ചക്കര ചോറിടാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല തണുത്തതായതുകൊണ്ട് എല്ലാവരും കഴിക്കും ഇൻഷാ അല്ലാഹ്. ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷം. ഇനി ബിരിയാണിൻ്റെ പണി തുടങ്ങണം. ആ ബിരിയാണിക്ക് ഗാർലിക് പേസ്റ്റ് തന്നെ എൻ്റെ ഫ്രിഡ്ജിലുണ്ടായിന്, ഇപ്പോൾ തീർന്നു പോയി. ഇതുപോലെ ഞാൻ കുറേ ഒന്നിച്ചുണ്ടാക്കി വെക്കല പേസ്റ്റ്. എന്നാൽ പിന്നെ നമുക്കിതുപോലെ തിരക്കുള്ള ദിവസം എടുത്ത് യൂസ് ചെയ്യാമല്ലോ. ഇങ്ങനെ ഇപ്പം നോക്കുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിലില്ല. അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉണ്ടാക്കുക. ഈ കുറച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും. കുറച്ചുണ്ടാക്കി പിന്നെ ഇത് ഒന്നിച്ചുണ്ടാക്കി ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തിരക്കുള്ള ദിവസം യൂസ് ചെയ്യാമല്ലോ അല്ലേ. ഈ വെളുത്തുള്ളി മാത്രം, ഇഞ്ചിയാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ വെളുത്തുള്ളി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞ് എന്നിട്ട് പൊടിച്ച് നല്ല പണിയല്ലേ. എന്തെങ്കിലും ഈ ബിരിയാണി പോലത്തെ ഉണ്ടാക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ പണി ഈ വെളുത്തുള്ളി തൊലിക്കലും ഇതാക്കലുമാണ്. അതുകൊണ്ട് ഞാൻ എന്താക്കും, ആദ്യം തന്നെ ഫസ്റ്റ് കുറേ വെളുത്തുള്ളി ഇതുപോലെ പേസ്റ്റാക്കി വെക്കും. ഇത് തൊലി കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിയിലിട്ട് കുറച്ച് ഓയിൽ, ഞാനിവിടെ ഒലീവ് ഓയിൽ ഒഴിക്കും. നമ്മളെ വീട്ടിൽ എന്ത് ഓയിലായില്ലേ തേക്കുക. വെളിച്ചെണ്ണ ആകുമ്പോൾ പഴയതാകുമ്പോൾ സ്മെല്ല് വരും വെളിച്ചെണ്ണ. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. മറ്റേത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റാക്കി എടുത്ത് കേട്ടോ. ഇനി ഒരു നല്ല അടപ്പുള്ള പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇത് നമുക്ക് 1-2 മാസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എൻ്റെ ബിരിയാണി ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല, കാരണം പിന്നെ വീഡിയോ ലെങ്ത് കൂടിയും ചെയ്യും. പിന്നെ ഫുഡ് റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ പിടിക്കാൻ നിന്നാൽ ലേറ്റ് ആവും. അവിടെ ഫ്രണ്ട്സെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഫുഡിന്. ഒരാൾ ഇന്ന് തന്നെ പോകും കേട്ടോ, ഒരാൾ 2 ദിവസം നിൽക്കും. ഓന് ദമാമെന്നേ വരുന്നതെന്ന്, നമ്മൾ റിയാദിലാണ്. 2 ദിവസം നിൽക്കും.
ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ബിരിയാണി വിളമ്പി, മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മക്കള് ഉള്ളിയെടുത്തിട്ട് മട്ടൻ കൊണ്ടുവന്ന്. അപ്പം നല്ല സൂപ്പർ അടിപൊളി ഫ്രഷ് മട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല ബിരിയാണി റെഡിയായി. പിന്നെ സലാഡ്, തൈര്, കക്കിരി ഇതെല്ലാം സലാഡാക്കിയിട്ട് അവർക്ക് കൊടുത്തു. അവരെല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുളിച്ച് നിസ്കരിച്ചിട്ട് കഴിക്കും ഇൻഷാ അല്ലാഹ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറന്നു പോകരുത്. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ എൻ്റെ ഈ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ലിങ്ക് ഷെയർ ചെയ്താൽ മതി. എന്നാൽ പിന്നെ അവരെല്ലാം ഒരു പായസം ഉണ്ടാക്കിയിട്ട് പഠിക്കട്ടെ അല്ലേ. ഇത്രയൊക്കെയാണ് വിശേഷം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണുന്നത് വരെ ബായ്, മഅസ്സലാമ. താങ്ക് യു.